പ്രീതേ, ഈ മസ്കും ട്രംപും തമ്മിൽ തെറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റിന്റെ പിന്നിൽ, മസ്കിനെ ട്രംപിനും തമ്മിൽ തെറ്റിച്ചതിന്റെ പിന്നിൽ മറ്റേതെങ്കിലും കറുത്ത കരങ്ങൾ? അതെ, ആ കറുത്ത കരങ്ങളുടെ അന്വേഷണത്തിലേക്കാണ് മസ്കും പോയിട്ടുള്ളത്. മസ്കും അന്വേഷിക്കുന്നത് തന്നെയാണ്. ഇരുവരും തമ്മിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വരച്ചേർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ എന്താ പറയാ, ചെലവ് ചുരുക്കണം എന്ന് പറഞ്ഞു. മസ്ക് പറഞ്ഞു നോ ബഡി, ഐ കാണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് ഇടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് രണ്ടുപേരും എത്തുന്നു. പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് മൊത്തം ചെറുക്കിങ്ങാണ്. പിന്നെ ഡോജിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങി പോരുകയാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് വന്നിട്ട് എന്ത് പറ്റി, ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യത്തിലേക്ക് വരെ മസ്ക് എത്തുകയും ചെയ്തു. അപ്പം മസ്കിനാണെങ്കിൽ ഇത്തരത്തിൽ വാലെ തൂങ്ങി നടക്കാൻ ആരെങ്കിലും വേണം. മാത്രമല്ല ഈ കുശാഗ്ര ബുദ്ധികൾ ഉപദേശിച്ചു കൊടുക്കാനും ആരെങ്കിലും ഒക്കെ വേണമല്ലോ. ഈ നമ്മുടെ നാട്ടിലും ഈ ആളുകൾ പൊളിറ്റീഷ്യൻസിന്റെ കൂടെ കണ്ടിട്ടില്ലേ ചില വാൽ പ്ലഗുകൾ, അതന്നെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് അതായിരുന്നു, വാൽ പ്ലഗുകളാണ്. ഈ വാൽ പ്ലഗുകൾ മസ്റ്റാണ്. അത് ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് നമ്മളെന്താ പറയാ, ലോകത്ത് എവിടെ പോയാലും ഇത് ഉണ്ടാകും. കുഴി ചാടിക്കുന്നത് ഉറപ്പതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്ലഗ് ഏതാണ് എന്നുള്ളതാണ് മസ്ക് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മസ്ക് ഈ പറയുന്ന ട്രംപിന്റെ നികുതി ബില്ലിനെതിരെ വരെയൊക്കെ രംഗത്തെത്തിയ ഒരു അവസരമുണ്ട്. അത് എത്തണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇവർ തമ്മിലുള്ള പോര് കടുത്തിട്ടുണ്ട്. അപ്പൊ ആ കടുത്ത പോരിനിടയിലും ട്രംപ് ഇത്ര നിസ്സാരമായിട്ട് കൂളായിട്ട് 2144 കോടി രൂപ എണ്ണിക്കൊടുത്ത ഒരാളാണ് മസ്ക്. അതെ, അവസാനം എന്നിട്ടും മസ്ക് പറയാണ് നീ പോയിക്കോ പടി എന്ന് പറയണമെങ്കിൽ അവിടെ മറ്റൊരു തല ഉണ്ടായിട്ടുണ്ടാകണം. മസ്കിനെ തിരിച്ച് സൗത്ത് ആഫ്രിക്ക പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞു ട്രംപ്. ഇവിടെ നിന്ന് വരുന്നത് പൊക്കോ, കാര്യമെല്ലാം കണ്ടു കഴിഞ്ഞു, പൊക്കോ, ഈ 2000 കോടി കൊടുത്തല്ലോ, ഗെറ്റ് ഔട്ട് ആയല്ലോ, പൊക്കോ, അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പിന്നിൽ ഉറപ്പായിട്ടും മറ്റു ചില കരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ, മസ്കിനും അത്ര ബുദ്ധിയില്ലാത്തൊന്നും ആളല്ലല്ലോ, നല്ല ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. അല്ലെങ്കിൽ അത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കൊണ്ടു നടക്കാനൊന്നും കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ഒരു എന്താ പറയാ, ട്രംപിന്റെ തലച്ചോറ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ, വൈറ്റ് ഹൗസിനുള്ളിൽ അതെ ട്രംപിന്റെ വെറും തലച്ചോറെന്നല്ല, തീവ്രവാദ തലച്ചോറ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ആ മനുഷ്യന്റെ പേര് സ്റ്റീഫൻ മില്ലർ എന്നാണ്. അത് വൈറ്റ് ഹൗസിൽ വല്ലാത്തൊരു നമ്മൾ പറയുന്നത് പോലെ പീശശിയുടെ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ലളിതമായിട്ട് പറയാമല്ലോ. അപ്പോ അങ്ങനെ ഒരു ശക്തിയായിട്ട് അതായത് അത്രയും പ്രബലനായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 39 വയസ്സാണ് ഈ സ്റ്റീഫൻ മില്ലർക്കുള്ളത്. പോസ്റ്റ് എന്ന് പറയുന്നത്, പദവികൾ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ഫോർ പോളിസി, ഹോംലാൻഡ് സെക്യൂരിറ്റി ഉപദേഷ്ടാവ്, അതായത് ട്രംപിന്റെ ഉപദേഷ്ടാവാണ്. അപ്പൊ അത്തരത്തിലുള്ള ഈ മില്ലർ രണ്ടാം ടേമിലാണ്. ആദ്യത്തെ ടേമിലും ട്രംപിന് വേണ്ടുന്ന ചില കുൽസിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ട്രംപിനോട് വളരെ ഭക്തിയുള്ള ഈ സ്റ്റീഫൻ മില്ലർ എന്ന് പറയുന്ന ആള് ജൂതനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നിരുന്നാൽ പോലും ട്രംപിനോട് വളരെയേറെ വിധേയത്വമുള്ള ഒരു ആളാണ്. അപ്പൊ ട്രംപ് തുമ്മിയാലും പറയും ട്രംപ് തുമ്മിയത് ശരിയാണ്, ട്രംപ് തിരിഞ്ഞാൽ പറയും അതും ശരിയായിരുന്നു, ട്രംപ് ചെയ്തത് മുഴുവൻ ശരിയാണ്. അത്രത്തോളം ദാസ്യപ്പണി എടുക്കുന്ന ഒരു ആളാണ് എന്നുള്ളതാണ്. അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു ഭക്തി ട്രംപിനുണ്ട്. അപ്പൊ ഈ കുടിയേറ്റ വിരുദ്ധ പോരാളിയായിട്ട് നിൽക്കുകയാണല്ലോ ട്രംപ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന മെന്റാലിറ്റി തന്നെയാണ് ഈ സ്റ്റീഫൻ മില്ലർക്കുമുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ട്രംപിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം അത് ട്രംപിന്റെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്താനും അത് വേണ്ട രീതിയിൽ കത്തിച്ചു വിടേണ്ടത് ഏത് രീതിയിലേക്കാണ് എന്നൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഈ പറയുന്ന മില്ലറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റീഫൻ മില്ലറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്നത് വൈറ്റ് ഹൗസിലെ മുന്നേ ഒരു ഹൗസ് സ്പീക്കർ ഉണ്ട്, അവരാണ് ഈ പറയുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ട്രംപിന്റെ തലച്ചോറ് എന്നാണ്
ഇവര് പറയുന്നത് ട്രംപിന്റെ തലച്ചോറാണ്. അതായത് അത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഈ മില്ലർ ട്രംപിന് വേണ്ടി ട്രംപിന്റെ ട്രംപ് മനസ്സിൽ കാണുമ്പോൾ അവർ മാനത്ത് കാണും എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അത്ര. അപ്പോൾ ട്രംപിന്റെ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഫസ്റ്റ് ടൈം നയങ്ങളിൽ പലതും ചെയ്യുന്നതിൽ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്നത് ഈ സ്റ്റീഫൻ മില്ലറാണ്. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. അപ്പോൾ നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മറ്റേ ഹ്രസ്വകാല വിലക്ക്, അഭയം തേടുന്ന കുടിയേറ്റക്കാർ US പ്രവേശിക്കുന്നത് വിലക്കുന്ന മെക്സിക്കോയിൽ തുടരുക, ആ നയമുണ്ടല്ലോ അത് കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് US പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കാനായിട്ട് പൊതുജനാരോഗ്യ നിയമം ടൈറ്റിൽ 42 ഉപയോഗിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൽ ഈ പറയുന്ന മില്ലർക്ക് വളരെയധികം പങ്കുണ്ട്. അപ്പൊ 3000-ത്തിലധികം കുടിയേറ്റ കുട്ടികളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് എടുത്തു കളഞ്ഞ കുടുംബത്തെ വേർപിരിക്കുന്ന ഒരു നയത്തിൽ പോലും പ്രധാന പങ്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അടുത്ത 4 വർഷത്തേക്ക് ഈ സ്റ്റീഫൻ മില്ലറിന്റെ വിശാലമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ട്രംപിലൂടെ സാധിച്ചെടുക്കേണ്ടത്. US 14 ദശലക്ഷം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തുക, സ്വാഭാവിക അമേരിക്കക്കാരുടെ പൗരത്വം ഇല്ലാതാക്കാനുള്ള ടർബോ ചാർജ് ശ്രമങ്ങള്, ട്രംപിന്റെ എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള അധികാരങ്ങൾ അതൊക്കെ മാറ്റുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ മില്ലർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപിനൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ്. ട്രംപ് ആണെങ്കിൽ ഈ കുടിയേറ്റക്കാരെയൊക്കെ നാട് കടത്താൻ വേണ്ടിയുള്ള തകൃതിയായിട്ടുള്ള പണി, അവിടെ പ്രക്ഷോഭം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതിനൊപ്പം നിൽക്കുന്ന ഒരു എന്താ പറയാ തലയ്ക്ക് തല എന്ന് പറയില്ല നമ്മൾ, അത്രയ്ക്ക് വേവ് ലെങ്ത് ഉള്ള ഒരു ആളാണ് ഈ സ്റ്റീഫൻ മില്ലർ എന്ന് പറയുന്ന ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പൊ ട്രംപ് സൃഷ്ടിക്കുന്ന എല്ലാ വിവാദങ്ങൾക്കിടയിലും മില്ലറെ അടുപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ മില്ലറെ തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പരിഗണിച്ചിരുന്നതായിട്ട് കഴിഞ്ഞ മാസം തന്നെ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ ശ്രമഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ മസ്കുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ച വരാനുള്ള സാധ്യത കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ സ്റ്റീഫൻ മില്ലർ എന്ന് പറയുന്നതും ഈ ട്രംപിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കുടപിടിക്കുന്ന അല്ലെങ്കിൽ ചൂട്ടുപിടിക്കുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അതെ, മസ്ക് ഇത്തരം കാര്യങ്ങൾക്കല്ല, മസ്ക് ഇങ്ങനത്തെ കാര്യങ്ങളല്ല അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ മില്ലർ എന്ന് പറയുന്നത് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നയങ്ങളെല്ലാം കൈവിട്ട നയങ്ങളെയെല്ലാം സപ്പോർട്ട് ചെയ്യുകയും മസ്കിനെ പോലെ ചുറ്റിപ്പിടിച്ച് വരാൻ വേണ്ടി അത് അത്തരത്തിൽ അല്ലെങ്കിൽ പിന്നെ ട്രംപിന്റെ തലച്ചോറ് എന്നുള്ള ഒരു വിശേഷണം പോലും കിട്ടില്ലല്ലോ. പിന്നീട് പതുക്കെ വശത്താക്കി എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഉപദേഷ്ടാവാണ്. നോക്കുന്നത് മൂർഖനെയാണ്. മൂർഖൻ തിരിഞ്ഞപ്പോഴും മൂർഖൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഈ ട്രംപ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളതും ഡീപ് സ്റ്റേറ്റുകളുടെയൊക്കെ തന്നെ ഒരു ശ്രമഫലമായിട്ടാണ്. അപ്പൊ അത് അവർ പിൻവലിക്കുന്നതനുസരിച്ച്, അവർ പിന്തുണ പിൻവലിക്കുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലം പൊത്താനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ടാകാം. ട്രംപിന് എന്തായാലും ഒരു തട്ടുകേട് വരാനുള്ള സാധ്യതകളൊന്നും ഇല്ലാതില്ല എന്ന് വേണം പറയാനായിട്ട്. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം മസ്ക് തന്നെ അത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടയും ചക്കരയും പോലെ ഇരുന്നതാണ്. ആ അടയും ചക്കരയുമാണ് അവസാനം പറയുന്നത് ജോർജ് ഞാനുമായിട്ട് അടിച്ച് പിരിഞ്ചു എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ പിരിയാമെന്നുണ്ടെങ്കിൽ ഇതും പിരിയാം. അതെ, പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ഈ സ്റ്റീഫൻ മില്ലറാണ്.